പ്രിപ്പയർ ചെയ്യുന്ന അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് അമൈഡ്സ് ആണ്. അമൈഡ് കോമ്പൗണ്ടുകളെ റിഡക്ഷൻ നടത്തുക വഴി നമുക്ക് അമീൻസ് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്താണ് ഈ അമൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, CONH2 ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടുകളെയാണ് അമൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അമൈഡ്സിനെ എങ്ങനെയാണ് റിഡക്ഷൻ നടത്തുക എന്ന് നോക്കൂ. അമൈഡ്സ് അണ്ടർഗോ റിഡക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ ഗുഡ് റെഡ്യൂസിങ് ഏജന്റ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ദ റിയാക്ഷൻ വിത്ത് വാട്ടർ ഓർ ഹൈഡ്രോളിസിസ് ഫോം പ്രൈമറി അമീൻ. അപ്പോൾ ഈ മെത്തേഡിൽ നമുക്ക് 2 സ്റ്റെപ്പായിട്ട് റിയാക്ഷൻ പറയാം. അമൈഡിനെ ആദ്യം ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന ഒരു നല്ല റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തുന്നു. അങ്ങനെ കിട്ടുന്ന കോമ്പൗണ്ടിനെ വാട്ടർ ഉപയോഗിച്ച് റിയാക്ട് ചെയ്യിക്കുന്നു. അതിനെയാണ് ഹൈഡ്രോളിസിസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ 2 സ്റ്റെപ്പ് റിയാക്ഷൻ വഴി അമൈഡിന് റിഡക്ഷൻ സംഭവിച്ച് പ്രൈമറി അമീൻ ഉണ്ടാവുന്നു. നമുക്കതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? RCONH2. ഇവിടെ CONH2 ഉണ്ട് അല്ലേ, അതുകൊണ്ട് എന്താണ്, ഇതൊരു അമൈഡാണ്. RCONH2 അണ്ടർഗോ റിഡക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ഫോം RCH2NH2 അഥവാ പ്രൈമറി അമീൻ. ഒരു എക്സാമ്പിൾ നോക്കൂ. എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അസെറ്റാമൈഡ് ആണ്. അസെറ്റാമൈഡ് എന്ന് പറയുമ്പോൾ CH3CONH2. അസെറ്റാമൈഡ് എന്ന ഈ അമൈഡ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിൻ്റെ പ്രസൻസിൽ റിഡക്ഷൻ നടക്കുന്നു. പിന്നീട് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ഫോം എ പ്രൈമറി അമീൻ, ദാറ്റ് ഈസ് ഈതൈൽ അമീൻ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? CO-യിലേക്ക് ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുന്നു അല്ലേ, അതായത് ഓക്സിജൻ റിമൂവ് ചെയ്യുന്നു, ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ റിഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അമൈഡിൽ നിന്നും അമീൻ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്.